അല്ല ശരത്തെ, തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പോസിറ്റീവായി കണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഉദാഹരണത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വാധീനം ചെലുത്താവുന്ന സമുദ്ര മിഷൻ പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും, അതുപോലെ ഒരു പോർട്ട് സിറ്റി ആയിട്ട് കേരളത്തെ അതിൻ്റെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആ പോർട്ട് സിറ്റി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ആലോചിക്കണം. ആ വിഴിഞ്ഞം ഇംപ്ലിമെൻ്റ് ചെയ്തതും അത് പ്രാവർത്തികമാക്കിയതും ഏത് ഗവൺമെൻറ്റാണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ആ പോർട്ട് സിറ്റിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ. അത് ആ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒരു ബഡ്ജറ്റിന് രണ്ട് രീതിയിൽ കാര്യങ്ങൾ, രണ്ട് തലങ്ങളുണ്ട്. അതായത് ഒന്ന് ദീർഘകാല പദ്ധതികൾ. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പരിപാടികൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ 4-5 വർഷം അതിൽ കൂടുതലൊക്കെ എടുക്കുന്ന പല പ്രോജക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ആ ബഡ്ജറ്റ് തന്നെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളെ കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഉള്ള പ്രശ്നങ്ങളെ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണ് ഒരു വലിയ വിമർശനം. അപ്പോൾ ദീർഘകാലത്തേക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വരുന്ന വർഷങ്ങൾ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. വരുന്ന വർഷങ്ങൾ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതെ 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 ഞാൻ പറഞ്ഞോട്ടെ തരത്തെ. അപ്പോൾ ഈ പറഞ്ഞ ഒരു വലിയ വിമർശനം LDF ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർന്നു വന്നത് എന്താണെന്ന് വെച്ചാൽ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 3000 കോടി രൂപയോളം ബാധ്യതയുണ്ട്, ഒന്നും കൊടുത്തില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു വലിയ വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ആലോചിക്കുക, ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഫെബ്രുവരി 28-ാം തീയതി, അതായത് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയ ദിവസം മുതൽ ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ എത്രമാത്രം വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായെന്ന് ശരത്തൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഇപ്പോൾ 2020-21 ബേസ് ഇയറാക്കി മാറ്റിക്കൊണ്ട് ഉള്ള പണപ്പെരുപ്പ നിരക്ക് കണക്കാക്കുന്ന രീതി വന്നതിന് ശേഷം ആദ്യത്തെ കഴിഞ്ഞ മാസത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 9.68%. ഒന്ന് ചുരുക്കി എല്ലാ സാധനങ്ങളുടെയും വില കയറുന്ന സ്ഥിതി കഴിഞ്ഞ 2-3 മാസത്തിനിടയിലുണ്ട്. ചുരുക്കമാണ്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ, പൊതുവിതരണ സമ്പ്രദായത്തിൽ ഇടപെട്ട് വില നിയന്ത്രിക്കുന്നതിനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനായാലും മറ്റേതെങ്കിലും മാർഗമാണെങ്കിലും ശക്തിപ്പെടുത്തുന്നുള്ള ഹ്രസ്വകാല നിർദ്ദേശങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഹ്രസ്വകാല നിർദ്ദേശം ബഡ്ജറ്റ് ഉൾക്കൊള്ളുന്നുണ്ടോ? അതാണ് പ്രശ്നം. അപ്പോൾ ഹ്രസ്വകാലത്തിൽ, അതായത് ഇൻ ദ ലോങ് റൺ വി ആർ ആൾ ഡെഡ്, മനസ്സിലായി. അതായത് ഈ ഹ്രസ്വകാലം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല.